ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എടപ്പള്ളി പള്ളിപ്പെരുന്നാളിന് വന്നേക്കാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളിയില് കോഴി നേർച്ചയാണ്. അപ്പൊ നേർച്ച വെക്കാനായിട്ട് നമ്മൾ വന്നേക്കാണ്. എടപ്പള്ളിയില്, എറണാകുളം എടപ്പള്ളിയിൽ വന്നേക്കാണ്. അപ്പൊ ഇതിനായിട്ട് നമ്മളെ അപ്പനും അമ്മേനെയും പിന്നെ നമ്മുടെ അപ്പന്റെ കൂട്ടുകാരന്മാരെ അമ്മയുടെ കൂട്ടുകാരന്മാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കോഴി സെറ്റ് ചെയ്യാനായിട്ട്, കോഴി നേർച്ച വെക്കാനായിട്ട് നമ്മളെല്ലാവരും കൂട്ടിയിട്ട് വന്നേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ട്രാവലർ നിറച്ച ആൾക്കാരെ കുത്തിക്കയറ്റി വന്നേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ പള്ളിമുറ്റത്തൊന്നും നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇനി ഗ്രൗണ്ടിലേക്ക് പോവാണേ. Welcome to the show, CJ's Blend Box. അത് നമ്മുടെ സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എടപ്പള്ളിയിൽ ഗ്രൗണ്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെള്ളം കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഇത്രയും പേര് വരുന്നതല്ലേ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഒരു ടിന്നിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് സ്പോട്ടിലേക്ക് നമ്മൾ വെള്ളം കുപ്പി കൊണ്ട് പോവാണ്. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഫുൾ തിരക്കാണ്. അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ വീട്ടുകാരും കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് പോവാണ്. അപ്പൊ അതായത് നമ്മളിവിടെ വന്ന് നമുക്ക് സ്പോട്ടൊക്കെ കിട്ടി. 3 കല്ലൊക്കെ വെച്ച് നമ്മളും സെറ്റ് ചെയ്തിട്ടുണ്ട്, അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അപ്പനാണ് അവിടെ നിന്ന് ചൂട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കൂടെ ബീച്ചണ്ണും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വട്ടകയിൽ വെള്ളം എടുത്ത്, ആദ്യം ചെയ്യേണ്ടത് അത് തന്നെ, വട്ടകയിൽ വെള്ളം എടുത്ത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. കോഴിനെ ഇതിങ്ങനെ കൊന്നാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബീച്ചേട്ടൻ ഇതിങ്ങനെ കഴിച്ചിട്ട് ഒറ്റ പോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കുട്ടന്മാരെ, കോഴിക്കുട്ടന്മാരെ നമ്മൾ പെട്ടിലൊക്കെ വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചാത്തമൊഴി പറഞ്ഞ കണ്ട, അടിപൊളി ചാത്തമൊഴി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ജോണിച്ചാണ് കുര്യാക്കോസാറിനാണ് കോഴിനെ സെറ്റാക്കി തരാൻ പോണേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ ഓരോ കോഴികളെയും എടുത്ത് കൊടുത്ത് നേരെ ചാക്കിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരാണ്. തിരിച്ച് നമുക്ക് ഇനി വെള്ളത്തിൽ മുക്കി അതിന്റെ പപ്പൊക്കെ പറിക്കാനുള്ളതാണ്. അപ്പൊ വെള്ളത്തിൽ മുക്കി നമുക്ക് അതിന്റെ പപ്പ ചെറുതായിട്ട് പറിച്ചു നോക്കണം, എന്നാലാണ് അത് പാകമായെന്ന് അറിയുള്ളൂ. അപ്പൊ നമ്മൾ നേരെ വെള്ളത്തിൽ മുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വെച്ചേക്കണ വെള്ളമൊക്കെ അടിപൊളിയായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അപ്പം തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ കോഴിനെ പിടിച്ച് മുക്കി നമ്മൾ സെറ്റ് ചെയ്യാണ്. അതിന് പപ്പൊക്കെ ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കും. അപ്പൊ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പപ്പ് പറിക്കാനായിട്ട് അവിടേക്ക് പോയി നമ്മൾ പപ്പ് പറിക്കാം. പപ്പ് പറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പപ്പ് അവിടെ അലക്ഷ്യമായിട്ട് അത് കൃത്യമായ പ്രോപ്പറായിട്ട് ബോക്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് ഇടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള പപ്പുകളും പറിക്കാനായിട്ട് അമ്മച്ചിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ കോഴിയുടെ പപ്പൊക്കെ പറിച്ചതിന് ശേഷം ചെറുതായിട്ട് ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കരിയിച്ച് കളയാൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ചൂട്ടിലൊക്കെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കാനേ. അപ്പൊ നമ്മുടെ മാസ്റ്റർ ഷെഫായ ബീച്ചാനാണ് കട്ടിങ്ങും അതേപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബീച്ചാനാണ് നമ്മുടെ മസാലയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ വെച്ചേക്കുന്ന സംഭവത്തിനൊക്കെ മസാല സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മസാലയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ സബോളയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അരിഞ്ഞ് നമ്മൾ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മസാല പിടിപ്പിക്കലാണ് പരിപാടി. ചിക്കനിലേക്ക് മസാല പിടിപ്പിക്കാനായിട്ട് ഹലോ, അങ്ങനെ നമ്മുടെ ജോൺസേട്ടൻ പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്തത്? ഞാനാ. ആ അതെന്നെ എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചോണ്ട കയ്യത്രോന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ലാന്നുള്ളത് നീ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? അങ്ങനെ നമ്മുടെ എടപ്പള്ളി ചിക്കൻ കറി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ബിബിൻ ജോർജാറിനെ കണ്ടത്. അപ്പൊ നമ്മൾ നേരെ ആളെ പോയിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. അങ്ങനെ നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് നേരെ വന്ന് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ തളയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ കറി തിളച്ചോണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. നമ്മുടെ ചിക്കൻ കറി അതേപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് നമ്മുടെ ചിക്കൻ കറി കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ കുറെ ബ്രെഡ് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡിന്റെ ഒപ്പം നമ്മൾ ചിക്കൻ കറിയാണ് കൂട്ടി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു. നമ്മുടെ ബ്ലസ്റ്റിൻ കാത്തിരിക്കണം ചിക്കൻ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ബ്ലസ്റ്റിൻ. അതേപോലെ എല്ലാവരും ചമ്പളം പണിഞ്ഞ് ചുറ്റും കൂട്ടുകൂടിയിരിക്കുകയാണ്. ഇതാണ് അതിന്റെ രസം. മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കഴിക്കാതിരിക്കില്ല. എല്ലാവരും വട്ടമൊക്കെ ഇട്ടിരുന്ന് നേരെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുള്ള ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ ബ്രെഡും എടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രെഡും ചിക്കൻ കറി കൂടി എല്ലാവരും കഴിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളത് ഒരു പീസ് എടുക്കുക. അതേപോലെ പീസ് നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ.
അതുപോലെ നമ്മൾ ചിക്കൻ എടുത്തൊരു ബ്രെഡും കൂട്ടിയിട്ട് അടി അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളത് കഴിക്കാണ്. അതിനോടൊപ്പം നമ്മുടെ കൂടെ എല്ലാവരും ഇരുന്ന് വട്ടട്ടിരുന്ന് കഴിക്കാൻ പോവാണ്. അതായത് എല്ലാവരും അപ്പനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാണ്. അങ്ങനെ നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി നമ്മളെ എല്ലാ ഐറ്റംസും കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകാനായിട്ട് നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ കറക്റ്റ് ടൈമിംഗ് വെച്ചാൽ കറക്റ്റ് ടൈമിംഗ് ആയി പോയി. നമ്മുടെ ഫുഡും കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞപ്പോൾ പെരും മഴ. അവിടെ വെക്കാൻ വന്നവരൊക്കെ പെട്ടുപോയി. എല്ലാവരും എടുത്ത് ഷെഡിക്ക് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ടൈം എന്ന് വെച്ചാൽ നല്ല കറക്റ്റ് ടൈമിങ്. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വണ്ടി പാക്ക് ചെയ്ത സമയത്ത് നല്ല മഴ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ കറിയൊക്കെ വെച്ച് നമ്മുടെ എല്ലാവരും ഒന്ന് അടിച്ച് പൊളിച്ച് നമ്മൾ എടപ്പള്ളി പെരുന്നാൾ ആഘോഷിച്ച് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കാം. അപ്പോൾ ഓക്കെ ബൈ, ടാറ്റാ.